വില്ലന് നായികയോട് സഹോദരി ബന്ധമാണുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കാനിടയായ നായകൻ നായികയെ വീണ്ടും തന്റെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഇനി എങ്ങനെ വരുമെന്ന് കാണാം. ഏതായാലും ആ ഒരു കുഴപ്പം പിടിച്ച ഘട്ടം തരണം ചെയ്ത് കിട്ടിയല്ലോ. ഒരു നോവൽ പുറത്തിറങ്ങുമ്പോഴേക്കും എഴുത്തുകാരൻ അനുഭവിക്കുന്ന വേദന അങ്കിളിന് ഏതാണ്ട് മനസ്സിലായി കാണും. നല്ലതുപോലെ മനസ്സിലായി. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ഈ നോവലായിരിക്കും ഈ വർഷത്തെ അവാർഡ് വാങ്ങാൻ പോകും. താങ്ക് യു അങ്കിൾ. ഓൾ ദ ബെസ്റ്റ്. പപ്പി, നീ ഇതുവരെ തയ്യാറായില്ലേ? രാജേഷ് എന്നോട് മിണ്ടണ്ട. എന്താ കാരണം? രാജേഷ് ഒരു ജെന്റിൽമാനാണെന്ന് ഞാൻ വിചാരിച്ചു. അതിനിപ്പോ എന്ത് സംഭവിച്ചു? രാജേഷ് ജെന്റിൽമാൻ അല്ലാന്ന് മനസ്സിലായി. കാരണം? ഇതൊക്കെ ശരിയാണ്. ഏതൊക്കെ? ഒരു പെൺകുട്ടിയോട് അർദ്ധരാത്രി സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ പറയുന്നത് ശരിയാണോ? ഓ, അതാണോ? എന്താ അത് നിസ്സാര കാര്യമാണോ? അനുവിനെ തനിയെ കണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയല്ലേ? അതിന് ഇതാണോ സമയം? രാജേഷ്, പ്രേമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ആരും അറിയാതെ കള്ളന്മാരെ പോലെ പതുങ്ങി വന്നുള്ള ഈ സംസാരമൊന്നും എനിക്കിഷ്ടമല്ല. വല്ലവരിത് കണ്ടാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? ഒന്ന് മനസ്സിലാക്കൂ, ഞാൻ രാജേഷിനെ പ്രേമിക്കുന്നു, രാജേഷ് എന്നെ പ്രേമിക്കുന്നു. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ വേർപെടുത്താൻ സാധിക്കില്ല. രാജേഷ്, രാജേഷ്, ഇനി ഞാൻ പോട്ടെ. ആരെങ്കിലും ഉണർന്നത് കണ്ടാൽ നമ്മൾക്ക് രണ്ടുപേർക്കും ചീത്തപ്പേരാവും. നാളെ കാണാം. സ്വീറ്റസ്റ്റ് ഡ്രീംസ്. നിന്നോടാ ചോദിച്ചത് എവിടുന്ന് വരുന്നു? നിനക്ക് ഇഷ്ടമുള്ളപ്പോ ഇറങ്ങിപ്പോകാനും കയറി വരാനുമുള്ള സ്ഥലമല്ലേ? മനസ്സിലായോ? ഇനി ഈ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ നിന്റെ കാണിയെ തല്ലി ഓടിക്കും. ഓർമ്മയിരിക്കട്ടെ. മിസ്റ്റർ നമ്പ്യാർക്ക് ഒരു ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ഉടനെ വന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകാൻ പറയണം. ഇനി ഇന്നോട് താമസിച്ചാലേ നമുക്കും കൂടെ ചീത്ത പേരാ. എന്താണെന്നും മിണ്ടായിരിക്കുന്നത് ഒന്ന് പറയണം. അനു, അങ്കിൾ എല്ലാം അറിയുന്നുണ്ട്. എങ്കിലും ഈ രാത്രിയിൽ തനിയെ പുറത്തു പോകുന്നത് തെറ്റല്ലേ? മേലിത് ആവർത്തിക്കരുത്. ബി എ ഗുഡ് ഗേൾ. ഐ എം സോറി അങ്കിൾ. ഇനി ഇത് ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗോ ടു ബെഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് പറയാൻ എനിക്കറിഞ്ഞൂടെ?
നമ്മളുടെ മകളെയാണ് ഈ ചുറ്റുപാട്ടിൽ കണ്ടിരുന്നെങ്കിൽ ഇതല്ലേ പറയാൻ നോക്കൂ.